ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ വിവാഹം കഴിക്കുക എന്നുള്ളൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുക, അതിൻ്റെ പ്രോപ്പർ സ്റ്റെപ്സാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ടോപ്പിക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആരെങ്കിലുമൊക്കെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലെങ്കിൽ അവർക്കെങ്കിലും യൂസ്ഫുൾ ആകട്ടെ. ഇനി ഇത് ചെയ്യേണ്ട സ്റ്റെപ്പുകൾ പറയാം കേട്ടോ. രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപ് ഒരു ഫൈനൽ പ്രവൃത്തിയായിട്ടാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. ഇത് ചെയ്തതിന് ശേഷം മൊബൈൽ ഫോൺ എടുക്കുക, റീൽസ് കാണുക, അല്ലെങ്കിൽ സോങ്സ് കേൾക്കുക, ഇങ്ങനത്തെ ആക്ടിവിറ്റീസിലോട്ടൊന്നും പോകരുത്. നിങ്ങളുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം അവസാനം ഉറക്കത്തിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് മാത്രം ഇത് ചെയ്യാം. ആ സമയത്ത് ചെയ്യുമ്പോഴാണ് ഇത് കൃത്യമായിട്ട് എഫക്റ്റീവ് ആവുക, പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 10 ബ്രീത്തിങ് ചെയ്യുക. അത് ജസ്റ്റ് മൈൻഡിനെ ഒന്ന് കാമാക്കാൻ, ഒന്ന് റിലാക്സ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സ്ലോലി ശ്വാസം അകത്തേക്ക് എടുക്കുക. 1 2 3 4 ഒരു 4 സെക്കൻഡ് എടുത്ത് അങ്ങനെ സ്ലോലി ബ്രീത്ത് എടുക്കുക. ഒരു 4 സെക്കൻഡ് എടുക്കുന്ന ഒരു ടൈം കൊണ്ട് സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇങ്ങനെ 10 തവണ ചെയ്യുക. അതിനുശേഷം കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ റിസൾട്ടാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾ കാണണ്ട. കാരണം ഓൾറെഡി കല്യാണം കഴിഞ്ഞു എന്നുള്ള സങ്കല്പത്തിൽ നിങ്ങൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു സിറ്റുവേഷൻ എടുക്കുക. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഹണിമൂൺ പോവുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഹണിമൂൺ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് എടുത്തിട്ട് ഒന്ന് പ്രോപ്പറായിട്ട് വിഷ്വലൈസേഷൻ ചെയ്യാം. അപ്പോൾ ബ്രീത്തിങ് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഹണിമൂൺ പോകുന്നതാണ് വിഷ്വലൈസേഷൻ ചെയ്യേണ്ടത്. നിങ്ങളൊരു പ്ലേസ് ചൂസ് ചെയ്തിട്ടുണ്ടാവണം. ആ സ്ഥലത്ത് നിങ്ങൾ രണ്ടുപേരും എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സ്റ്റേക്കേഷൻ ഒരു സ്ഥലത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്ത് പോയിട്ട് സ്റ്റേ ചെയ്യുന്നു, നല്ല ഭക്ഷണം കഴിക്കുന്നു, കറങ്ങുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തിരി സ്നേഹിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹപ്രകടനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിൽ നല്ല രീതിയിൽ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങൾ കാണുക. എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കൈപിടിച്ച് നടക്കുന്നു, ഒരു സ്ഥലത്തിരിക്കുന്നു, നല്ല റൊമാൻറ്റിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുഡ് കഴിക്കുന്നു. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള വിഷ്വലൈസേഷൻ നിങ്ങൾ ചെയ്യുക. അത് ഇപ്പോൾ ഈ നിമിഷം നടക്കുന്ന രീതിയിൽ മാക്സിമം ഫീൽ ചെയ്തിട്ട് നിങ്ങളുടെ ബോഡിയെ അറിയിക്കുക. മനസ്സിലായോ? അങ്ങനെ ഒരു 3 to 5 മിനിറ്റ്സോളം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. മിനിമം ഒരു 3 മിനിറ്റെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക മനസ്സിൽ. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പവർഫുൾ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് മെത്തേഡാണ്. ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്താൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പക്ഷേ അഡീഷണൽ ആയിട്ട് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി സ്പീഡപ്പ് ആയിട്ട് തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ വിഷ്വലൈസേഷൻ കഴിഞ്ഞ ഉടനെ നിങ്ങളൊരു നോട്ട്ബുക്ക് എടുക്കുക. അതിൽ കുറച്ച് പേജസ് ഉണ്ടായിരിക്കണം. ഓൾറെഡി എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ടുള്ള നോട്ട്ബുക്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ച് പേജസ് ഉണ്ടായാൽ മതി നമുക്ക് എഴുതേണ്ട കാര്യങ്ങൾക്ക്. അല്ലെങ്കിൽ പേപ്പർ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്ന ഒരു സെൻറ്റൻസ് ഉണ്ട്, ആ സെൻറ്റൻസ് 11 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് ആ പേപ്പറിൽ എഴുതുക. ഓക്കെ, എഴുതേണ്ടത് ഞാൻ പറഞ്ഞു തരാം. അപ്പം അത് ഓരോന്നായിട്ട് എഴുതുക 11 തവണ. അങ്ങനെ അത് തുടർച്ചയായിട്ട് 21 ദിവസം ചെയ്യണം. നിങ്ങൾ ഈ ഒരു പ്രാക്ടീസ് അഥവാ ആദ്യം പറഞ്ഞ വിഷ്വലൈസേഷനും ഈ സ്ക്രിപ്റ്റിങ്ങും ഈ 2 പ്രാക്ടീസും 21 ദിവസം തുടർച്ചയായിട്ട് രാത്രി കിടക്കുന്നതിന് തൊട്ട് മുൻപാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ പറയേണ്ട അഫർമേഷൻ ഞാനൊന്ന് പറയാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. ഞാനും ചിത്രയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞു. ഞാനിപ്പോൾ വളരെയധികം സന്തോഷവാനാണ്. ഇതാണ് സെൻറ്റൻസ്. ഇനി ഇതൊരു ഫീമെയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കിത് ചേഞ്ച് ചെയ്യണം. ഇവിടെ തന്നെ ചിത്ര എന്നുള്ള പേര് നിങ്ങൾ മാറ്റി കൊടുക്കാൻ മറന്നു പോകരുത്. ഞാനും ഇന്ന വ്യക്തിയുമായിട്ടുള്ള എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഫീമെയിൽ വേർഷൻ ആണെങ്കിൽ ഞാനും അർജുനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു.
ഞാനിപ്പോൾ വളരെയധികം സന്തോഷവതിയാണ് എന്നുള്ള രീതിയിലോട്ട് മാറും. സന്തോഷവാനാണ് എന്നുള്ളത് സന്തോഷവതിയാണ് എന്നുള്ള രീതിയിലോട്ട് മാറി. പേരും അവിടെ അർജുൻ എന്നുള്ളതിന് പകരം മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ മെയിൽ വേർഷനും ഫീമെയിൽ വേർഷനും എങ്ങനെ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 പ്രാക്ടീസും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അഡീഷണൽ ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ. അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഫൈറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുണ്ടോ? അത് സോൾവ് ചെയ്തിട്ട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. കാരണം നമ്മൾ വിവാഹം കഴിഞ്ഞിട്ടും ഇതുപോലെ ഒത്തിരി ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് ആ ഒരു വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തിനെ നല്ല രീതിയിൽ ബാധിക്കും അല്ലേ. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് ആ വ്യക്തി വിവാഹം കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ആവശ്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ ഇഷ്യൂസ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയാം. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വിളിക്കാം. ഓക്കെ, ഇനി ഇപ്പോൾ നിങ്ങളൊരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട്, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത്ര പ്രയോറിറ്റി നൽകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് നിങ്ങളുടെയെങ്കിൽ, മീൻസ് ഒത്തിരി ആളുകൾ അത്തരത്തിലുള്ള പരാതികൾ പറയുന്നുണ്ട്. നിങ്ങൾ അതിൽ പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രയോറിറ്റിയും അറ്റൻഷൻ, റെസ്പെക്റ്റ് ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രയോറിറ്റി ആൻഡ് വാല്യൂ അഫർമേഷൻ എന്ന മുകളിൽ കാണുന്ന നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും അയച്ചു തരാം. അത് നിങ്ങൾക്ക് മോർണിംഗിൽ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അതും എൻ്റെ ഫോളോവേഴ്സിനാണ് ഞാൻ കൊടുക്കുന്നത്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾ മുകളിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരാം. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചും സംസാരിക്കാം. നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കട്ടെ. ഹാപ്പി ആയിട്ട് നല്ലൊരു ലവ് റിലേഷൻഷിപ്പ് ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.